തന്നെ സ്റ്റിയറിംഗ് ഓടിക്കണം എന്നാണ് എന്റെ മനസ്സിൽ. വലത്തേക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിക്കണം ഓടിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വലത്തേക്ക് ഇങ്ങോട്ട് പോക്കുന്നത് എന്റെ മനസ്സിലിട്ടാ. ബഷീറാഖാന്റെ ക്ലാസ് നിങ്ങൾ ചെന്ന് പറയണം. ബഷീറാഖാന്റെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താ മക്കളെന്ന് വെച്ചാല് ഇന്ന് എന്താ പറയാ, ഒരു പ്രധാനപ്പെട്ട കോമഡി പറയാനാട്ടാ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു കോമഡി ഉണ്ട്, ഒരു സർപ്രൈസ് ഉണ്ട്, എല്ലാവർക്കും ഒരു എനർജി തരുന്ന ഒരു വീഡിയോയും കൂടിയാണ് അല്ലേ? അല്ല, എല്ലാവർക്കും ഒരു പ്രചോദനം. അപ്പൊ സംഭവം എന്താണ്, ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പൊ എന്തൊരു വിഷയമായാലും അത് എനിക്ക് സാധിക്കൂല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇനി കഴിയൂല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്തിരിയാൻ പാടില്ല അല്ലേ? അപ്പൊ അതിന്റെ ഏകദേശം ഏറ്റവും വലിയൊരു തെളിവുണ്ട് ആ മാളു ഇവിടെ ഇരിക്കണേ കേട്ടോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല്, നമുക്ക് ചില കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചാല് കുറച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു മനം മടുപ്പ് വരരുത്. ഇത് എന്നെ കൊണ്ട് കഴിയൂല, സാധിക്കൂല എന്ന് വിചാരിച്ചാണ് നമ്മൾ പിന്തിരിഞ്ഞു പോയാൽ അവന്റെ കാര്യം അല്ലെങ്കിൽ അവളുടെ കാര്യം സോഹയാണ്. അപ്പോ അതിങ്ങനെ പിന്തിരിയരുത് എന്നുള്ള അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ മാള് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് മാള് പറയാനുള്ളത്? സംഭവം എന്താ വെച്ചാൽ, ഈ ഭാവം എന്നെ പഠിപ്പിച്ച് ഒഴിച്ചിട്ട് ഡ്രൈവിങ്ങിന്റെ വിഷയമാണ് ഞാൻ പറയാൻ പോണത്. ഒരുപാട് സ്ത്രീകളുണ്ട് എന്നെ കൊണ്ട് പറ്റൂല, ചിലവരുണ്ട് പഠിപ്പിക്കാന് താല്പര്യം ഉണ്ടാവും പോലെ ഹസ്ബൻഡ് അയക്കൂല, അങ്ങനത്തെ ഒക്കെ ഓരോരുത്തരുണ്ട്. അപ്പൊ പിന്നെ പഠിപ്പിക്കാൻ ഹസ്ബൻഡ് പറഞ്ഞയച്ചിട്ട് താല്പര്യം ഇല്ലാത്തവരുണ്ട്, എന്നെ കൊണ്ട് നടക്കൂല, അങ്ങനത്തോരുണ്ടല്ലോ. പഠിപ്പിക്കാൻ പറഞ്ഞയച്ചിട്ടും എനിക്ക് പേടിയാണ് റബ്ബെ, അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരാളെ എനിക്ക് പേടിയുന്നില്ലേ? അപ്പൊ പേടിയാണ് ഒന്നാമത്. ഇവളെന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ മുറ്റത്ത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി എടുക്കും, പക്ഷെ സ്റ്റാർട്ടിങ് ഉറച്ചിട്ടില്ല, വണ്ടി ഒതുങ്ങിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇവളെ ഡ്രൈവിംഗ് സ്കൂളിൽ വിട്ടിട്ട് പഠിപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലേന്ന് ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ പടിയില്ല തോന്നൽ മാത്രമല്ല, എനിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ലേന്ന് സത്യം പറയാലോ. അപ്പോ കുറെ ഞങ്ങൾ ട്രൈ ചെയ്ത് ലാസ്റ്റ് 18 അടവില് 17.25 അടവും അല്ലേ, 18 അടവും പറ്റി ഞാൻ ആയുധം കയ്യിൽ വെച്ച്. എന്നിട്ട് ഏതൊരു സിനിമയിലുണ്ടല്ലോ ഇന്നസെന്റും മാമുക്കോയും കൂടി പഠിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കൂല, ഞാൻ പഠിക്കൂല, വേണ്ട, ഞാൻ ഉറപ്പിച്ചളിഞ്ഞ പഠിക്കൂല എന്നുള്ളത്. അതെ, ലാസ്റ്റ് ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ അടിയിൽ കൂടി ഇന്നോട് ലെസ്റ്റ് മാള് പറഞ്ഞ്, നിങ്ങൾ ഇരുന്നിട്ടാണ് ഇത് ശരിയാവാത്ത, നിങ്ങൾ ഒന്നുകൊണ്ട് ഇറങ്ങിക്കാണേ. പക്ഷെ എനിക്കൊരു ധൈര്യം ഉണ്ട്, ഇവിടെ ഒറ്റക്ക് കൊണ്ടുപോകുന്നുള്ള ധൈര്യം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോ കേട്ട് ഒരു സൗണ്ട് കേട്ട് പൊന്നുണ്ട് വണ്ടിയില്. അപ്പോ പെട്ടെന്ന് പൊന്നു വിളിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ, ആ നിലവിളി ശബ്ദം ഇടൂന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോ വണ്ടി ഇടിച്ച് ഒരു മണ്ണും കൊണ്ട് മേട് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. അതെ, അങ്ങനെ എന്താ പറയാ, അതിന്റെ ശേഷം വണ്ടിന്റെത് എന്റെ മെയിൻ്റെ ഒഴിവാക്കിയാന് വേണ്ട ഇല്ല, അതോടെ നിർത്തി. എന്താ വെച്ചാ എനിക്ക് പഠിയൂല, എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. ഞാൻ എന്താ വെച്ചാല് ഞാൻ ശ്രദ്ധക്കുറവുണ്ട്. പക്ഷെ വേറെ സംഭവം ഉണ്ട്. അന്ന് നമുക്ക് വേണ്ടപ്പെട്ട എന്റെ ഒരു സുഹൃത്ത് അല്ലേ, മൂപ്പര് സുഹൃത്തിനോട് പറഞ്ഞേ, ഞങ്ങളോട് പറഞ്ഞേ, ഞങ്ങൾക്കൊരു ധൈര്യം തന്നെ അങ്ങനെയൊന്നുമില്ല, നമ്മള് ശ്രമിച്ചാ പറ്റാത്തതൊന്നുമില്ല. നിങ്ങള് ധൈര്യത്ത് പോയി ഡ്രൈവിംഗ് സ്കൂളൊന്ന് പോയി ജസ്റ്റ് കുറച്ചൊന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ലെവലാക്കിയിട്ട് നിങ്ങൾ പഠിച്ചു നോക്കി തന്നെ. അപ്പൊ അവര് ധൈര്യം തന്നോണ്ട് അപ്പൊ എനിക്കും തന്നെ ശരിയാണ് പോയി ട്രൈ നോക്കിയാലോ ഞാൻ എപ്പോഴും പറയും, പക്ഷെ ഇയാള് സമ്മതിക്കൂല. അങ്ങനെ എന്നോട് പറഞ്ഞ ആ വണ്ടി അവിടെ തട്ടിയതിന് ശേഷം ഞാൻ ഇവരോട് പറഞ്ഞ്, ഏതായാലും എന്റെ കുട്ടി മെല്ലുണ്ട് ഇറങ്ങിക്കാണെന്ന് പറഞ്ഞു. അതിനോട് പറഞ്ഞു, ഞാൻ വണ്ടി ഒന്ന് റെഡി ആക്കിയിട്ട് ബാക്ക് കിട്ടിട്ട് ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഫ്രണ്ടേനെ ഇപ്പൊ റെഡി ആയിക്കണ്, ഇനി ബാക്ക് റെഡി ആക്കാൻ പറ്റൂല, ഇറങ്ങി പുറത്ത്. പമ്പറിന്റെ കഴിഞ്ഞ് പമ്പറിന്റെ തീരുമാനമായി. പമ്പർ പിന്നെ ഇപ്പൊ 1000 ചില്ല മെനക്കെടുത്തിപ്പോ പമ്പർ റെഡി ആക്കി എന്തില്ല. അപ്പൊ എന്താ പറയാ, അപ്പൊ ഞാൻ പറഞ്ഞു, ഫ്രണ്ട് ഇപ്പൊ റെഡി ആയിക്കണ്, ഇനി ബാക്കും കൂടി റെഡി ആകാൻ പറ്റൂല, ഇറങ്ങേണ്ട വിളിയിരുന്നു. അപ്പൊ ഏതായാലും ഇറങ്ങിയതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തില്ലേ, എന്നെ വെല്ലുവിളിച്ചു. എന്നോട് പറഞ്ഞേ, ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ഡ്രൈവിംഗ് പഠിച്ചിട്ടേ ഞാൻ ഒതുങ്ങുള്ളൂ, ഞാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുഴുവനാക്കും. കഷ്ടാണിത്, കുറച്ച് തള്ളൊക്കെ ഉണ്ട് അല്ലല്ല. പിന്നെ അപ്പൊ അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ കിടക്കാം. ഒരുപാട് ആൾക്കാരുണ്ട് പേടിച്ചിരിക്കണേ, പേടിച്ചണം. നല്ല സുഖം ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നാലിതാ
പിന്നെ ചീത്തരണ ഒരു മാഷും കൂടി ഉണ്ടായാൽ മതി. പ്രത്യേകിച്ച് ചീത്തരണ ഒരു മാഷ് ഉണ്ടായാൽ നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുത്താണ്. അപ്പൊ ഞാൻ പോയത് KPP ഡ്രൈവിംഗ് സ്കൂളിട്ടാ. അതെ, കോട്ടക്കൽ പറമ്പിലങ്ങാടി. അവിടെ ഒരുപാട് ആൾക്കാർക്ക് കുറ്റുണ്ടാവും, പക്ഷെ എനിക്ക് നല്ലതായിട്ട് ഇല്ലല്ലോ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ KPP എന്നൊക്കെ പറയും, സെഫിയ ഡ്രൈവിംഗ് സ്കൂള് നല്ലതാണ്. ഞാൻ കുറെ ആൾക്കാർ തെറ്റിദ്ധാരണയാണ്. നമ്മളെ ബഷീറാക്കുണ്ടല്ലോ അല്ലേ, ഇവള് ചെന്നപ്പോ ഇവളെ പഠിപ്പിച്ചിരുന്നത് വേറൊരു ഉസ്താദിന്, ഒരു മാഷ്. ആ മാസം ഇവളെ ഒഴിവാക്കി. ആ മാഷിനോട് പറഞ്ഞേ ഇന്നെ കൊണ്ട് പറ്റൂല, നിങ്ങളെ ബഷീറാക്കാൻ ഏൽപ്പിക്കണം. അതേ നടക്കുള്ളൂ, ഒരു രക്ഷയില്ലാന്ന്. ഇന്നെ കൊണ്ട് പറ്റൂല, ബഷീറാക്കാൻ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞേ. അദ്ദേഹം അതേപോലെ തന്നെ ആയുധം താഴെ വെച്ച് കീഴടങ്ങി. റൈറ്റും ലെഫ്റ്റും അറിയില്ല. ഞാൻ ഇങ്ങോട്ട് തിരിച്ചാളെ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു. ഞാൻ ഇങ്ങനെ പോകാൻ എവിടുക്ക തിരിച്ചേണ്ടി ചോദിച്ചു. അപ്പൊ റൈറ്റ് എവിടെയെന്ന് ചോദിച്ചു. ഇവരോട് റൈറ്റ് കയറി അറിയുമ്പോ ഇവിടെ ചോദിക്കല്ലോ എന്താ ഈ റൈറ്റ്. അങ്ങനെയല്ല, റൈറ്റും ലെഫ്റ്റും എനിക്ക് അറിയില്ല. റൈറ്റ് ഇടത് വലതാവും, അങ്ങനെ കുറെ മിസ്റ്റേക്കുകൾ നല്ലുണ്ടായിരുന്നു. പക്ഷെ എന്താണ് എത്ര ശ്രമിച്ചപ്പോഴും ഞാൻ പാചകം പറയും അങ്ങനെ നിങ്ങളഞ്ഞ് ബഷീറാക്കാൻ ഏൽപ്പിക്കേണ്ടി ഇട്ടാന്ന് പറഞ്ഞു. ബഷീറാക്കാൻ പഠിപ്പിച്ച നിങ്ങൾക്ക് പടി ഇന്നെ കൊണ്ട് പറ്റൂല ഇട്ടാന്ന് പറഞ്ഞില്ലേ. നമ്മളെ മേപ്പാളിന് എന്താണ് നമ്പൂതിരിനെ വരുത്തണം അയ്മനെ ഇത് അടങ്ങുള്ളൂന്ന്. അങ്ങനെ ഏതായാലും എന്താ വെച്ചാ എനിക്ക് ഒരു പേടി. ഞാൻ ഇടക്കിടക്ക് എന്നറിയാം ഇടക്കിടക്ക്. അന്നിട്ട് ഇപ്പൊ പറയില്ല, ഫസ്റ്റ് തുടങ്ങി. അപ്പൊ ചെക്കൻ പറയും ഇതാണ് നിങ്ങൾ പിന്നെ എന്തിനാ പഠിച്ചാൽ മതി അങ്ങനെയൊക്കെ പറയില്ല. ആ ചെക്കന് ഇങ്ങനെ പറഞ്ഞു നിങ്ങളെ ബഷീറാക്കാൻ ഏൽപ്പിച്ചാൽ എന്നാലേ നടക്കുള്ളൂ എപ്പോഴും പറയലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം പിന്നെ എനിക്ക് സത്യം മടുത്ത് നിർത്തി. പിന്നെ ഭാഗ്യത്തിന് അല്ലേ നിർത്തിയിട്ട് എന്ത് ചെയ്ത് കൊറേ ഒരു മാസം പോയില്ല. ഒരു മാസം 1.5 മാസം ഞാൻ പോയില്ല. എനിക്ക് എന്തൊക്കെയാ ഭയങ്കര ചടപ്പ്. എന്താ വെച്ചാ ആ ചെക്കനും പറഞ്ഞ് എന്താണ് അപ്പൊ എന്റെ മനസ്സിൽ തോന്നി എനിക്ക് പഠിച്ചു. പിന്നെ ബഷീറാക്ക് വിളിച്ചില്ലേ, എന്താ വരാത്ത ലേണിംഗ് ഒക്കെ പാസ്സായി എല്ലാം കഴിഞ്ഞ് കൊറേ സ്കൂളിൽ ക്ലാസ്സിൽ വന്ന് പെട്ടെന്ന് ഇങ്ങനെ നിർത്തിയാൽ എങ്ങനെ പൈസ പകുതി കൊടുത്തും ചെയ്തിക്കണേ. ബാക്കി കൊടുക്കൂല, ബഷീറാണോ കൊടുക്കൂല. പാവാണ് വെറുതെ പറയാം, മലയാളിയാണ് ബഷീർ. അങ്ങനെ എന്തായി പിന്നെ മനല്ലാ മനസ്സോടെ വീണ്ടും പോയി. ബഷീർ പെട്ടത് ആരെടുത്തേക്ക് അറിയോ? ബഷീറാക്കാന്റെ അടുത്തേക്ക്. ഈ ബഷീറിന്റെ അടുത്താണ് പോയി. ബഷീറാക്കാന്റെ അടുത്ത് നിങ്ങൾ ധൈര്യത്തിൽ ഇതാ ബഷീറാക്കുള്ള ക്ലാസ്സിൽ ചേരണം. അത് ഒരു മറക്കാൻ പറ്റാത്ത ക്ലാസ്സാണ്. അതെ, നമ്മുടെ KPP ഡ്രൈവിംഗ് സ്കൂൾ കോട്ടക്കൽ പറമ്പേങ്ങാടിയിലുള്ള അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അതിന്റെ മുതലാളിയാണ് ബഷീർ എന്ന് പറഞ്ഞ വ്യക്തി. പഠിപ്പിച്ചു കഴിഞ്ഞാല് ബഷീറാക്ക പഠിപ്പിച്ച പിന്നെ മറക്കൂല, ഏത് പഠിയാത്തവനും ഏത് പഠിച്ച. അപ്പൊ എന്നോട് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ പറഞ്ഞു മുമ്പത്തെ ഡ്രൈവറാണ് ഏത് ആക്സിഡന്റ് പെട്ടുകാണ്ട് ഒഴിവാക്കിയ ആൾക്കാർ വരെ ഞാൻ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. എന്നിട്ട് പറ്റി പറഞ്ഞ ഇടക്കിടക്കുന്നുണ്ട് എനിക്ക് ഞാൻ പടി എടുക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ ആളെ നിർത്തിയിട്ടിട്ട് വണ്ടി ഓരോരുത്തർ സൈഡാക്കി നിർത്തിയിട്ടിട്ട് വണ്ടിന്റെ ഫസ്റ്റ് മുതൽ A മുതൽ Z വരെ എനിക്ക് അവിടെ നിന്ന് ക്ലാസ് എടുത്തന്നെ. ആദ്യം അതിന്റെ ഫസ്റ്റ് ക്ലാസ് അങ്ങനെയാണ്. A മുതൽ Z വരെ ആള് ക്ലാസ് എടുക്കും. ആദ്യം നമുക്ക് വേണ്ടത് അതാണ്. അല്ല വണ്ടി കുറെ ഓടിച്ചാ പോരാ, വണ്ടി ഓടിക്കല്ല ആദ്യം വണ്ടി. ആദ്യം A മുതൽ Z വരെ ഓരോരുത്തർ സൈഡ് ആക്കിയിട്ട് അത് 1/2 മണിക്കൂറല്ല 1 മണിക്കൂർ അങ്ങനെ നിർത്തിയിട്ടിട്ട് എവിടെ നിർത്തിട്ട് അറിയോ വയസ്സമ്പടിക്കൊക്കെ വണ്ടി നിർത്തിട്ട് എങ്ങനെ ഉണ്ടാവും ഫുള്ള് ഇപ്പൊ ഈ വയസ്സാകാലത്ത് വണ്ടി അടിച്ചേ ഉള്ളോരും വീവ. അപ്പൊ ബഷീറൊക്കെ കീറടിച്ചു. ഞാൻ ഇന്നോട് ഓരോരുത്തർ വർത്താനം പറയല്ലേ ഇവിടെ ശ്രദ്ധിക്കും ഇജ്ജിപ്പൊ വണ്ടി പഠിച്ചല്ലേ ഇവിടെ ശ്രദ്ധിക്കും. ബൈക്കിൽ കൂടി കുറെ ആൾക്കാർ പോകുന്ന ഇജ്ജ് മെയിൻ ചെയ്യണ്ട. ബൈക്കിൽ കൂടി കുറെ ആൾ ഇജ്ജിപ്പൊ എന്റെ ക്ലാസ്സിലാണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എന്റെ ശ്രദ്ധ പെടേണ്ട ഇജ്ജ് പഠിക്കാൻ വന്നാണ്. അങ്ങനെ എല്ലാരും ചീത്ത അറിയും. ചീത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലട്ടാ. അത് ചീത്ത എന്ന് പറഞ്ഞത് നമ്മളെ സ്കൂളിൽ എങ്ങനെയാ അല്ലേ? തീർച്ചയായിട്ടും. എവിടെ പടി അങ്ങനെയൊക്കെ ഇജ് പഠിക്കാൻ വന്നാല് വണ്ടിയിൽ കയറിയ വേറെ മെയിൻറ്റെയിൻ ചെയ്യാം. വണ്ടി നമ്മളെ വേറെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ശ്രദ്ധ ഇതാവില്ല. അപ്പൊ A മുതൽ Z വരെ അവിടെ ഇരുത്തി ക്ലാസ് എടുത്ത് നമ്മക്ക് കറക്റ്റ് മനസ്സിലാക്കി തരും. ഗീറൊക്കെ അങ്ങോട്ട് കറക്റ്റില്ലേ. അതുവരെ അത്രയും ക്ലാസ്സിന് പോയിട്ട് എനിക്ക് ഗീർ ഇടണ പോലും എനിക്ക് അറിയില്ല. ഗീർ ഇടണ അറിയില്ല, ക്ലച്ച് അറിയില്ല, എങ്ങനെയൊക്കെ കൊണ്ടുവരണം ഒന്നും അറിയില്ല. ആ ഒരു ക്ലാസ് കാരണം എനിക്ക് വണ്ടി ഓടിക്കണ്ട. പക്ഷെ
അത്രയും പഠിച്ച്. അതായത് ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാല് KPP സ്കൂളിലെ മാഷന്മാര് കുറവാണ്, മോശമാണ്, നല്ല മാഷന്മാരാണ്. പക്ഷെ ഏത് പഠിയാത്തവരും പഠിപ്പിക്കണ മാഷാണ് KPP ബഷീറാക്ക എന്ന് പറഞ്ഞു കേട്ടോ, മനസ്സിലായി? അത് എനിക്ക് പറയാതിരിക്കാൻ കഴിയൂല. എനിക്ക് ഓരോരുത്തർക്ക് ഇങ്ങനൊക്കെ അതിൽ പഠിച്ച ആൾക്കാർക്കൊക്കെ അനുഭവം ഉണ്ടായിക്കോരോ, പക്ഷെ എനിക്കുണ്ടായ അനുഭവം പറയണ്ട. നല്ലൊരു മാഷാണ്. ഡ്രൈവിങ്ങിന് ആദ്യം ഞമ്മക്ക് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന്റെ മുന്നേ ആ ക്ലാസ്സിൽ ചെയ്യാതെ നമുക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു തരും. അങ്ങനെ ഇപ്പൊ ഇന്നലെ കൊറേ ഇപ്പൊ അയാളെ ക്ലാസ്സിൽ നിന്ന് കൊറേ ട്ടാ. അതിന് ശേഷം ഇപ്പൊ അവർക്ക് കുറച്ച് ഓഫീസ് വർക്കും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, വലിയ ചുറ്റുപാടുള്ള മനുഷ്യനാണ്. അപ്പൊ വേറെ ഡ്രൈവർ വെച്ച്, പക്ഷെ ആ ഡ്രൈവർ വെച്ച് എനിക്ക് കുറെ ലെവൽ അതിന്റെ ശേഷമാണ്. അതുകൊണ്ട് എനിക്ക് സമാധാനം ഉണ്ട്. ബഷീറാക്ക പഠിപ്പിച്ച് തന്നതിന് ശേഷമാണ് വേറെ ഡ്രൈവർ വെച്ച്. പക്ഷെ ബഷീറാക്കാന്റെ ഒപ്പം വെക്കാൻ ഒരാളെയും പറ്റൂല കേട്ടോ, ഞാൻ ഒരാളെ കുറ്റാക്കി പറയില്ല. പക്ഷെ ബഷീറാക്കാന്റെ ഒപ്പം വെക്കാൻ വേറെ ഡ്രൈവർ ഇല്ല, ഒരു മാഷില്ല. അത്രയും നല്ല മാഷാണ്. അത് ഞാൻ മറ്റുള്ളവരെ കുറ്റാക്കിയിട്ടൊന്നും പറയില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങള് ഈ ഡ്രൈവിങ് പേടിയുള്ള ആൾക്കാര് ധൈര്യത്തിൽ പഠിച്ചോളൂ. ഉറപ്പായിട്ടും പഠി. അങ്ങനെയുള്ള ചിന്ത വേണ്ട. എനിക്ക് പഠിഞ്ഞത് എന്റെ ഒരു അതിനുള്ളൊരു ഇതിലെ ഉദാഹരണമാണ്. ഞാൻ ഒഴിച്ചതാണ്. ഒഴിച്ച ആളിപ്പോ പഠിഞ്ഞെന്ന് പറയാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ റെഡി ആവാണ്ട്. അതിപ്പോ എങ്ങനെയാലും ഉണ്ടാവില്ല. എന്നാലും ആള് സ്വന്തമായിട്ട് വണ്ടി സ്വയം ഓടിക്കും. ഏത് ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയല്ല, നമ്മളെ വണ്ടി ഓടിക്കും. പിന്നെ റൈറ്റ് ലെഫ്റ്റ് ഓറിയെന്നിട്ടാ എച്ചിടാൻ പോകുമ്പോ എച്ചിന്റെ കുറെ കണ്ട് ഓടിച്ചിക്കാണ്ട് ഇനി ഇങ്ങോട്ട് റിവേഴ്സ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് തിരിയാണ്ടാവില്ല. ഇങ്ങോട്ട് തിരിയാകുമ്പോ ഞാൻ ചോദിച്ചു ഇനി ഓടുക്ക തിരിച്ചടി ചോദിച്ചുട്ടാ. ആ ചെക്കനോട് 4, 5, 6 ദിവസം എനിക്ക് പറഞ്ഞതാണ്. ചെക്കന് 6, 7 ദിവസം എനിക്ക് പറഞ്ഞതാണ്. 10 ടെസ്റ്റിനും 10 എച്ചിനും ഈ ഓടുക്ക തിരിച്ചടി ചോദിച്ചു ഞാന്. അപ്പൊ റേറ്റ് കയറി. അപ്പൊ ഞാൻ പറഞ്ഞു റേറ്റ് എങ്ങോട്ടാന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വലത്തേക്ക് തിരിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞേ നിങ്ങളെന്നിപ്പോ ഒന്ന് ഇരുത്തി ക്ലാസ് എടുക്കാം. വേണ്ട. അപ്പൊ വലത്തേക്കില്ലേ. അപ്പൊ ഇങ്ങനെ വലത്തേക്ക് ഇങ്ങോട്ട് അങ്ങനെ ഒരു കഥയിലേന്ന്. ഇപ്പൊ ഇന്നലെ ഞാന് ബാവ എനിക്ക് ക്ലിയർ ആക്കി തന്നിട്ട് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഇപ്പൊ 4 ദിവസം ഈ എൻഗേജ്മെന്റ് എന്നൊക്കെ കൂടി ആയിട്ട് പോയിട്ടുണ്ടെന്നില്ല. ബാവയ്ക്ക് ക്ലിയർ ആക്കി തന്നെ വലത്തേക്ക് തിരണം എന്നുണ്ടെങ്കിൽ വലത്തേക്ക് തന്നെ സ്റ്റിയറിംഗ് ഓടിക്കണം എന്നാണ് എന്റെ മനസ്സിൽ. വലത്തേക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓടിക്കണം, ഓടിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വലത്തേക്ക് ഇങ്ങോട്ട് പോക്കുന്നത് എന്റെ മനസ്സിലിട്ടാ. ഞാൻ ചോദിച്ചോളൂടെ ഞങ്ങൾ കറങ്ങാത്തോണ്ട് ഇങ്ങനെ വരുമ്പോ നമുക്ക് ബോച്ചോക്ക് ലെഫ്റ്റ് അങ്ങനൊക്കെ എനിക്ക് കാണിച്ചു തന്നെ. എച്ചായി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കാണിച്ചു തന്നെ. മാളോ ഇങ്ങോട്ട് തിരിയണമെന്നുണ്ടെങ്കിൽ വലത്തേക്ക് തന്നെ ഓടിക്കണം, എന്നാലും ഇങ്ങോട്ട് തിരിയാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിക്കും അപ്പൊ ടയർ ഇങ്ങോട്ടല്ലേ തിരിയല്. അങ്ങനെ ഇപ്പൊ ശരിക്കും ഇങ്ങോട്ട് പറഞ്ഞാല് സ്വന്തമായിട്ട് അവള് സ്റ്റാറിങ്ങും എന്താണ് പറയാ ഫുൾ സീറ്റ് എടുത്ത് സ്വന്തമായിട്ട് വിടാൻ ഓടിക്കാൻ തുടങ്ങി. ഇന്നലെ എച്ചിടാൻ പോയപ്പോഴേ കുറെ ഡിസ്റ്റൻസ് ഇന്നലെ എച്ചിടാണ്. അപ്പൊ ഇന്നലെ ഞാന് എന്താണ് ഇങ്ങനെ വന്ന് ഫ്രണ്ടിന് പിന്നെ കുഴപ്പമില്ലല്ലേ, റിവേഴ്സ് എടുത്ത് ഇങ്ങനെ വന്നപ്പോഴേ ഞാൻ അങ്ങനെ എന്നോട് വെച്ചിടേ ആ എച്ചിടണോനെ ഒരു എച്ച് കഴിഞ്ഞ്. അപ്പൊ ഇങ്ങക്ക് എന്തേ പറ്റിയെന്ന് ചോദിച്ച്. ഇങ്ങക്ക് എന്തേ പറ്റി? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളിപ്പോ കറക്റ്റ് ലെഫ്റ്റ് റൈറ്റ് റെഡി ആക്കണ്ടല്ലോ, ആരെങ്കിലും അതിൻ്റെ ഇടയിൽ വേറെ ക്ലാസ് എടുത്ത് തന്നാന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു അല്ലല്ലോ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നിക്കണെന്ന് പറഞ്ഞു. സത്യം ഞാൻ എന്താ വെച്ചാൽ ഓൻ പറയാതെ ഞാൻ തിരിച്ചലില്ല. ഇപ്പൊ ഇന്നലെ കറക്റ്റ് ഞാന് ഇങ്ങനെ തിരിച്ചിന് റിവേഴ്സ് എടുക്കണേ കറക്റ്റ് ഇന്നലെ എച്ചിട്ടേനെ. അപ്പൊ അത് എച്ച് ഇടുമ്പോഴേ എനിക്ക് ഒരു ചെറിയ ഇതുണ്ടും അത് മാറാനുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ ക്ലിയർ ആയി. പഠിഞ്ഞെന്ന് വെച്ചാ പഠിനീന് ഞാൻ പഠിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ ഇപ്പൊ ഞാന് കാക്കാത്തടത്തുനിന്ന് എടുത്തിട്ട് അങ്ങനെ വയസ്സമ്പടിക്ക് കൂടി അങ്ങനെ ഡിസ്കോപടി അങ്ങനെ വന്നിട്ട് പാറപ്പുറം ഇവിടെ ഒറ്റ വണ്ടി 1 കിലോമീറ്റർ ഓടിച്ച് 1 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. പക്ഷെ ഇവര് പറയണ എനിക്ക് വണ്ടി ഓക്കെ ആണ് എന്നുള്ളത്. പിന്നെ വണ്ടി 90% ഓക്കെയാണ്, 10% കൂടി ഒന്ന് റെഡി ആവാണ്ട് ബാക്കി 90% റെഡിയാണ്. 10% കൂടി ആയാൽ ഒറ്റക്ക് ഓടിക്കാൻ കഴിയും. അപ്പൊ എനിക്ക് സമാധാനമായി. അപ്പൊ എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് ഈ വീഡിയോ അതിന്റെ പേയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇതാക്കല്ല, ഈ ഡ്രൈവിംഗ് പഠിച്ചോല്ലേ, പഠിച്ചണമെന്ന് സ്ത്രീകൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളി ധൈര്യത്തില്. പ്രത്യേകിച്ച് എനിക്കൊരിക്കലും പഠിയിലാന്ന് തോന്നുന്ന സ്ത്രീകളോ ആയാലും പുരുഷന്മാരായാലും തീർച്ചയായിട്ടും പഠിച്ചോളി. ആ എങ്ങനെയാലും നമുക്ക് ഫസ്റ്റ് തോന്നും പേടിയാണ്, ഇല്ല ഒരിക്കലും ഇല്ല. അതിൽ ചെന്ന് കയറി ചെന്നാല് നല്ലൊരു മാഷ കിട്ടിയാൽ മതി, പിന്നൊന്നും നോക്കണ്ട. ബഷീറാക്കാന്റെ ക്ലാസ് നിങ്ങൾ ചെന്ന് പറയണം. ബഷീറാക്കാന്റെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ക്ലാസ് KPP ഡ്രൈവിംഗ് സ്കൂൾ കോട്ടക്കലിൽ പോകുമ്പോ പറയാ ഫസ്റ്റ് ക്ലാസ് കുറച്ച് ഞങ്ങൾക്ക് ബഷീറാക്കാനെ തരണം എന്ന് പറയാം. അയാൾ ഞങ്ങളെ പളങ്ങും അറിയില്ല, ടാഗ് പണി കൂടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ KPP നിങ്ങൾ പോണോലുണ്ടെങ്കില്
ഫസ്റ്റ് ക്ലാസ് ബഷീറാക്കാനെ തന്നെ കിട്ടണം പറയാം. അതെ, വേറെല്ലോലൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. അതെ, അവര് മോശമായിട്ടില്ല, നല്ല മാഷാണ്. ഇപ്പൊ ഉള്ള മാഷ് നല്ല മാഷാണ്. ഞങ്ങൾ പറഞ്ഞത് പടിയിലാന്ന് തോന്നിയ ആൾക്കാർക്കാണ്. പടിയിലാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ആൾക്ക് ബഷീറാക്കാന്റെ ഒരു ഇതുണ്ടല്ലോ, അത് ഞാൻ മറക്കൂല. ഇപ്പൊ വന്ന ഡ്രൈവർ നല്ല ഡ്രൈവറാണ്, എല്ലാം പറഞ്ഞിടും കറക്റ്റ് ആയിട്ട്, എല്ലാം ഓക്കെ. പക്ഷേ ബഷീറാക്കല്ല. ഇപ്പൊ എന്റെ ഒരു സുഹൃത്തേനെ ഉണ്ട്, എനിക്കൊരിക്കലും പടിയിലാന്ന് തീരുമാനിച്ച് ആ വിഷയം വിട്ട ആളുണ്ട്. അതേപോലുള്ള ആളെയും ബഷീറാക്ക വെച്ചതാ എനിക്കറിയില്ല, അന്ന് ബഷീറാക്കല്ല, അന്ന് മൂപ്പരിച്ച പയ്യനാണ്. അപ്പോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് എപ്പോഴും മുൻപന്തിയിലുള്ളതാണ് നമ്മളെ KPP സ്കൂളിലെ ബഷീർ പഠിപ്പിച്ച പഠിയാത്ത ആൾക്കാരില്ല. അത് പക്കയാണ്. എനിക്ക് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ ഞാൻ അനുഭവിച്ചത്, അത് ഇവളെ അനുഭവിച്ചതും ഞാനും അനുഭവിച്ചാണ്. കാരണം ഞാൻ ആയുധം വെച്ച് കീഴടങ്ങിയതാണ്. എന്നോട് അറിയാം എന്നെ ഒഴിവാക്കും, ഡ്രൈവിംഗ് സ്കൂളിൽ എന്നെ ഒഴിവാക്കൂട്ടെ, മാളോച്ചിങ്ങനെ എന്നെ ഒഴിവാക്കും, എപ്പോഴും പറയാം എന്നെ ഒഴിവാക്കും എന്നറിയാം. പക്ഷെ ഞാൻ എനിക്ക് വാശി പഠിച്ചെന്നുള്ള ഓടിച്ചാണ് പോകുമ്പോഴേക്കേ നാളെ കുട്ടാടുപാറ ആ ഭാഗത്ത് ഇങ്ങനെ പോകുമ്പോ അവിടെ നിന്ന് ചെയ്യാൻ വണ്ടി ചവിട്ടി തന്നെ ബ്രേക്ക് ഔട്ട് തന്നെ ഞാൻ എപ്പോഴും കുട്ടാടപ്പാറ കൂടി ഓടിച്ചു പോയി പറയും മുമ്പ് ഇല്ല. ഞാൻ ഓടിച്ചിട്ട് എന്ത് പച്ചപ്പുള്ളു പറയണേ. ആ ആളാണ് ഇക്കോലത്തിലായത്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇതിനെ പറ്റി കുറെ ദിവസം ഞാൻ പറയണം വിചാരിച്ചേ, ഡ്രൈവിങ്ങിനെ പറ്റിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ഓടിക്കണ കുറച്ച് സംഭവം ഞാൻ ഇതിൽ ഇട്ടേരട്ടാ. ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് വേറെ വരാണ്ട്. ഇപ്പൊ തൽക്കാലം കുറച്ച് അതിന്റെ ഒരു വിഷയത്തിലിടാ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അല്ലേ? ഇന്ന് അപ്പൊ ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ എന്തും കമന്റ് ചെയ്യണം. സത്യത്തില് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ഡ്രൈവിംഗ് പഠിയില്ല, എനിക്ക് പറ്റൂല എന്നുള്ളവർക്കൊക്കെ നല്ലൊരു ഉപകാരപ്പെടുന്ന ധൈര്യമാവും. എന്താ വെച്ചാൽ നിന്നെ ഒഴിവാക്കി ഞാൻ പഠിച്ചു പഠിച്ചെന്ന് എനിക്ക് ഒരുപാട് മനസ്സിലായി. എനിക്ക് പാരയാണ്. കാരണം ഞാനാണ് എനിക്ക് ഒരിക്കലും പഠിയിലാണ് ഒഴിവാക്കിയത്. പക്ഷെ അത് ഞാൻ തിരിച്ചെടുക്കുന്ന വാക്ക്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ബഷീറാക്ക് പന്നാര് പറഞ്ഞ പടിയിലാന്ന് എങ്ങനെ ഒഴിവാക്കിയാലും ആക്സിഡന്റ് ആയിക്കാണ്ട് പേടിച്ച് മരിച്ച ആൾക്കാരത് പേടിച്ച് ഒഴിവാക്കിയോലെ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനത്തോലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങള് KPP പോകുമ്പോ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ ചോദിച്ചു വാങ്ങണം ബഷീറാക്ക മതി എന്നുള്ളത്. ബഷീറാക്കാന്റെ ക്ലാസ് ഉണ്ടല്ലോ, നമുക്ക് ഏതൊരാൾക്കും മനസ്സിലാവും. അങ്ങനത്തെ രീതിയിലാണ് പഠിപ്പിച്ചല്ലേ. അതൊക്കെ 150 വട്ടം ക്ലച്ച് അടിപ്പിച്ചു, ഗിയർ മാറ്റിപ്പിച്ചു, 1 സെക്കൻഡ് ഫസ്റ്റ് മാറ്റി ഇരിപ്പിച്ചു. ആൾക്കൊരു ബിസിനസ് ലാഭം എന്നുള്ളതിൽക്കല്ല ആള് പഠിപ്പിക്കുന്നത്. കാരണം ഇതിനൊരു കണക്കുണ്ടല്ലോ, ഒരു സ്റ്റുഡന്റിന് ഒരു ദിവസം എത്ര 4 കിലോമീറ്ററോ അങ്ങനെന്തോ കണക്കുണ്ട്. അത്ര അതൊന്നും നോക്കിയിട്ടല്ല ആള് പഠിപ്പിക്കുന്നത്. ബഷീറാക്ക് തോന്നാ കൊണ്ടുപോകും നമ്മളെ എങ്ങനെയാ പഠിയട്ടെ എന്നുള്ള ചിന്ത രീതിയിൽ അങ്ങനെ കൊണ്ടുപോയി. എന്താ വെച്ചാൽ കേപ്പുള്ള സ്ഥലം കിട്ടാൻ വേണ്ടി അങ്ങനെ ഓടിച്ചു. അതുകൊണ്ടൊക്കെ അപ്പൊ നമുക്ക് പടിയനെ. അപ്പൊ ഇപ്പൊ ഒന്നാൾ കറക്റ്റ് ആ 4 എന്താ വെച്ചാ ഒരു ജോലിയല്ലേ. അതെ. പിന്നെ ഇത് ആവശ്യമുള്ളത്, അതായത് KPP ഡ്രൈവിംഗ് സ്കൂൾ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിലുള്ള ആ ഡ്രൈവിംഗ് സ്കൂളിന്റെ കോൺടാക്ട് നമ്പർ ആവശ്യമുള്ളത് ഒന്നുകിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ പ്രൊമോഷൻ അങ്ങനെ നല്ലട്ടാ. ഇതിപ്പോ ഈ വീഡിയോ ഒരു അറിയണ എന്റെ അനുഭവം പറയണേ. പിന്നെ ആവശ്യക്കാർ കമന്റിൽ വന്നാൽ നമ്മൾ കോൺടാക്ട് നമ്പർ തരാം. KPPന്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചോളി. സ്ത്രീകള് ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞോൽക്കുള്ള വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾ പരമാവധി അങ്ങനത്തോൽക്ക് ഇത് എത്തിച്ചു ഷെയർ അവരറിയും കൂടി ഞങ്ങൾ ചെയ്തത്. ഇനി അവിടെ ആള് കൂടി അല്ലെങ്കിൽ എന്താ പറയാ ബഷീറക്കാരെ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നേരക്ക് മുടിങ്കോലും ഞാൻ ചെന്നിട്ട് ബഷീറാക്കാട് പറയും ഞാൻ ഇങ്ങനെ വിട്ടുകിട്ട് വീഡിയോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നിങ്ങള് ധൈര്യം ഇല്ലാത്ത സ്ത്രീകൾ ധൈര്യത്തെ പോയിക്കോളി KPPക്ക്. മറ്റോടത്തൊക്കെ ഉണ്ടാവും, മറ്റോടത്ത് പറ്റിയിട്ടും പറയാണ്ടാവും ആൾക്കാർക്ക്. അവിടുത്തെ നമുക്കറിയില്ല, നമ്മള് പോയതല്ലേ നമുക്ക് അനുഭവം ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ ഷെയർ ചെയ്യാ, നിങ്ങൾ ലൈക്ക് ചെയ്യാ, പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. കമന്റ് നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറഞ്ഞിടോണ്ടി, എന്തും പറഞ്ഞോണ്ടി കുഴപ്പമില്ല. അപ്പൊ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.